അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്തിച്ച്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അച്ഛനായിട്ട് 40 കൊല്ലമായെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ 40 കൊല്ലം ആകുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ഇടവക ജീവിത കാലത്ത് ഉണ്ടായ 1-2 അനുഭവങ്ങൾ ഓർക്കുമ്പോഴേ ഞാൻ അങ്ങനെയാണ് ഈ ശുശ്രൂഷ കർത്താവിനൊക്കെ ഒന്ന് പിടിച്ചു മേടിച്ചതാണ്. ഞാൻ ഒരു ഇടവക കൊച്ചച്ഛനും ഇടവക വികാരിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ജനം നമ്മളുടെ കൂടെ അവർ എല്ലാ കുദാശകളും ഒക്കെ അനുസ്മരിച്ചും അനുഷ്ഠിച്ചും എല്ലാ ഞായറാഴ്ചകളിലും തന്നെ അവർ ദേവാലയത്തിൽ വരികയും കർത്താവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ജനം ഈ
അനുഷ്ഠാനക്രമങ്ങളിൽ അഭിരമിക്കുന്ന ഒരു ആശ്വാസം കണ്ടെത്തുന്ന ഒരു ജനമായിട്ട് എനിക്ക് ചില സമയത്ത് തോന്നി. കാര്യം അവിടെ ഉള്ളിലോട്ട് ക്രിസ്തു എല്ലാവരും അല്ല, നല്ല മാന്യമര്യാദയ്ക്ക് കത്തോലിക്കാനായിട്ട് ജീവിച്ച് ലോകത്തേക്ക് കിടക്കുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒത്തിരി മനുഷ്യർ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഇങ്ങനെ പറയണ്ടല്ലേ. ഒരു ദിവസം ഞാൻ റോഡിൽ നിൽക്കുമ്പോഴേ ഒരാൾ ഒരു ഒറ്റക്ക് കൊടിയും പിടിച്ച്, ഒരു ചുവപ്പ് കൊടിയും പിടിച്ച് ഒറ്റക്ക് റോഡിൽ കൂടി വരുന്നു. അപ്പോൾ ഒന്നാമത്തെ ആ കാലം 87 കാലമാണ്. ഭയങ്കര രാഷ്ട്രീയ കേരളത്തിൽ പിന്നീടുണ്ടായിരുന്നുള്ള എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഡിസിസീവ് പോയിൻ്റായിരുന്ന ഒരു കാലമാണ് 87 എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് കൊടിയും പിടിച്ച് വന്നപ്പോൾ ഞാൻ ഇയാൾക്ക് പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ റോഡിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് റോഡിനരികിൽ ഞാൻ ചേട്ടാ എവിടെ പോയി, എന്താ പരിപാടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാനൊരു സ്ഥലത്ത് പോയതാണ് വെച്ചാ. അപ്പോൾ പുള്ളി മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ വള്ളത്തിനെ ആരാണ്ട് എറണംകെട്ട എന്നാണ് പറഞ്ഞത്. അവരുടെ കടപ്പുറത്ത് ഒരു ലാംഗ്വേജാണ് എറണംകെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാപം പിടിച്ചവൻ്റെ. വള്ളത്തിൽ മുട്ടി എനിക്കിപ്പോൾ പണിയൊന്നും കിട്ടേണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു കൊടിയൊക്കെ വെഞ്ചരിപ്പിച്ചെടുത്തുകൊണ്ട് കൊടിയൊക്കെ വാങ്ങിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അവിടെ എന്താ പരിപാടിയൊക്കെ ചെയ്ത്. അപ്പോൾ ആ കൊടി വെച്ച് കെട്ടുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ളത് പുള്ളിയുടെ ഒരു വിശ്വാസമാണ്. വേറെ ഇടവക ഇരുന്നപ്പോൾ അത് എൻ്റെ ഒരു ഉറ്റ ബന്ധുവാണ്, അടുത്ത ബന്ധു, രക്തബന്ധമുള്ള ആളാണ്. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയണം അവിടെ വീട്ടിൽ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ ആ മരങ്ങളെ വേറെ ഒരു വീട്ടുകാരുടെ വീട്ടിലെ ഒരു പ്രായം ചെന്ന അവിടെ അയൽവാസികളുടെ വീട്ടിൽ പ്രായം ചെന്ന വല്യമ്മച്ചുണ്ട്. അപ്പോൾ പ്രായം ചെന്ന് വല്യമ്മച്ചി എവിടെയെങ്കിലും പോകുമ്പോൾ ഇവർക്ക് കൊണ്ടുവന്ന് ഓരോ മരങ്ങൾ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ 10-25 കൊല്ലമായിട്ട് നമുക്ക് ലോക ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഭൗമ ഉച്ചകോടിയിൽ നിന്നൊക്കെ ഫണ്ട് മുടക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങൾ വെക്കുന്നുണ്ട്. അപ്പം അതുപോലെ പലയിടത്ത് ചെല്ലുമ്പോഴും വനവകുപ്പ് മരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊടുക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ മരം കൊണ്ടുവന്ന് ചെടുത്ത് കൊടുക്കും. ഇവർ ഇവിടെയൊക്കെ എതിര് അവിടെ കുഴിച്ച് വെച്ച് കൊച്ചെ അവിടെ കുഴിച്ച് വെക്കുക വെച്ചേ ഇവിടെ കുഴിച്ച് വെക്കുന്നതിന് മുത്തിയാമ്മ പറയും. പിന്നെ ഇപ്പം രസം വെച്ചാൽ ഇപ്പം 2 വീട്ടിൽ നിറച്ച കാട് പോലെ മരം. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവർ ഭൂലോക അന്ധവിശ്വാസിയാണ് ഈ മുത്തിയമ്മ. മുത്തിയമ്മയുടെ കണക്കനുസരിച്ച് അവരുടെ വീട്ടിൽ നിൽക്കുന്ന മരത്തിൻ്റെ ബദൽ മരം ഈ വീട്ടിലുണ്ടായാൽ മാത്രമേ അവർക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് അവർ ഈ മരം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇവർക്കതറിയത്തില്ലേ, ഇവർക്ക് വെപ്പിക്കണ മരം. ഇവർ മരം വെച്ച് കൊണ്ടുണ്ട്. അവർ പറയും ഇന്ന മരം വെക്കാന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വല്ല മരവും ഇവർ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ബദൽ മരം, അതിൻ്റെ ദോഷം അവർക്കൊക്കെ ആയിരിക്കാൻ വേണ്ടി അതിൻ്റെ ബദൽ മരം അവർ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മരം വെച്ച് അപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഇരുട്ടും കയറി കാലും പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഇതൊരു തരം വിശ്വാസമാണ് ശരിക്കും പറഞ്ഞത്. ഇതൊരു തരം വിശ്വാസം. ഇത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് ഇതുപോലെ പ്രാകൃതമായ കുറേ വിശ്വാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അന്ധവിശ്വാസം എന്ന് പറയണത് നമ്മൾ അതായത് ഓരോരോ തരത്തിലുള്ള ഇതിൻ്റെ കുറച്ച് ആരോഗ്യശാസ്ത്രം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് വേറെ അത് അതിൻ്റെ ലെവൽ ആ ആരോഗ്യശാസ്ത്രം തണലിൽ അന്ധവിശ്വാസം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണമേ നിങ്ങളുടെ പലതരം വിശ്വാസങ്ങൾ ഇപ്പോൾ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അത് പുതിയ താമസക്കാരാണ്. അവരെങ്ങും മലബാറിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുക. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ മരുമകൾ എന്നോട് പറയണേ, എൻ്റെ അമ്മയുടെ പരിപാടി ഇടക്കും തലക്കൊക്കെ ഈ അലമാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതാണ്. അപ്പം അമ്മയോട് ചോദിക്കും, ചില സമയത്ത് അലമാരി തെക്കോട്ട് വെക്കും, തെക്കോട്ടിരുന്ന അലമാരി പടിഞ്ഞോട്ടെടുത്ത് തിരിച്ചു വെക്കും. അപ്പോൾ അമ്മ എന്താ പറയണത്, ഇവിടെ കാശിരിക്കണില്ല കൊച്ചെന്നാണ് പറയണത്. അതിന് അലമാരി മാറ്റി നടക്കണതാണ് ഈ തലയുടെ പരിപാടി. ഇവരുമൊക്കെ ഇങ്ങനെ പള്ളി വന്ന് കുമ്പിട്ട് കിടന്ന് തലകുത്തി മറിഞ്ഞ് കുമ്പസാരിക്കുകയും കുർബാനയൊക്കെയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളി മുഴുവനും ഇതുപോലെയുള്ള പ്രാക്കപ്പെട്ട ക്രിസ്തുവിന് ഒരു വിലയുമില്ലാത്ത അന്ധവിശ്വാസങ്ങളാണ്. അത് പകുതി മുക്കാലും ആണുങ്ങളിലും ഉണ്ട്, തലമൂത്ത ചേർത്തിമാരുടെ കയ്യിൽ കൂടുതലുണ്ട് ഈ വിഷയം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ കുറച്ചൊന്ന് കുടുംബത്തിലൊരു വെളിച്ചം കയറിയിട്ടുണ്ട്. പക്ഷേ അവന്മാരൊക്കെ ചിലരിങ്ങനെ സുവിശേഷ
കാര്യത്തിലും വിശ്വാസം കമ്മിയാണ്. അത് വേറൊരു അപകടമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാരണത്തിനെയാണ് ഈ ക്രിസ്തുവിൻ്റെ മുഴുവനും ഇപ്പം ഈശോൻ്റെ വാക്കുകളെല്ലാം ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കടക്കൽ കത്തിവെച്ചിട്ട് മനുഷ്യനെ ഡെലിവറി ചെയ്യുന്ന വാക്കുകളാണ്. പക്ഷെ എന്താ പറയുന്നത്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടാകും. ക്രിസ്തുവിനെ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ എല്ലാ വിധത്തിലുള്ള ഓമൻസും ശകുനങ്ങളും എല്ലാത്തിനും നീ കീഴടക്കുകയാണ്. 1 Corinthians 15:20 എടുത്തേ. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. അപ്പൊ സമസ്തവുമാണ്. അതുകൊണ്ടാണ് പരിച്ഛേദന അപരിച്ഛേദനൊന്നുമല്ല, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ക്രിസ്തുവിന്റെ പേരിൽ ഒരു ബന്ധം ചെയ്തിട്ട് നടക്കുകയും ചെയ്യും. പഴയ സൃഷ്ടിയേക്കാൾ പുകുടന്മാരായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കുടുംബങ്ങളിലുള്ളത്. 2 Corinthians 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അതാണ് ക്രിസ്തുവിലായിരിക്കും. അപ്പൊ നിങ്ങൾ പഴയ സൃഷ്ടിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലല്ല. അതാ വിഷയം. നിങ്ങൾ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും മരങ്ങളും നിങ്ങളെ കാലങ്ങളും ഋതുക്കളും ആചരിക്കുന്ന പോലും സുവിശേഷത നിങ്ങൾ വ്യക്തമാക്കിയില്ലെന്ന് ചോദിക്കുന്നത്. ഗലാത്യർ 4:10 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് സുവിശേഷത്തെ വൃഥാവിലാക്കുന്നു. സുവിശേഷത്തെ വൃഥാവിലാക്കിക്കൊണ്ട് ഇപ്പൊ കല്യാണം ഇറങ്ങാനുള്ള സമയമാണ്. നമുക്ക് ക്രിസ്ത്യൻസിന് വല്ല സമയമുണ്ട്. പ്രാർത്ഥന തീരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങും. അപ്പം കുറേ ദുർക്കിളവന്മാർ അവിടെ നിന്നിട്ട് പെയ്തും പെരക്കും തോന്നി വശക്കം പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു എന്താണെന്ന് അറിയത്തില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന സുവിശേഷവിധമായ പുനഃക്രമീകരണം എന്താണെന്ന് അറിയത്തില്ല. ഇവർക്കുമാർക്ക് ക്രിസ്തു വിശ്വാസമില്ല. എന്നിട്ട് വേഷം കെട്ടി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. എൻ്റെ ദൈവത്തിലെ നിന്നെ ക്രിസ്തുവിൻ്റെ കൂടെ ലോകത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അലബലാതി വിശ്വാസങ്ങളെല്ലാം നീ വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം. അപ്പോൾ പടിപടിയായിട്ട് ക്രിസ്തുവിൽ വളരുകയും നമ്മൾ ജീവിതത്തെയും ലോകത്തെയും ജയിക്കുകയും ചെയ്യും. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് റിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ വീട് തൃശ്ശൂർ ഒല്ലൂർ. എനിക്ക് കൃപാസനത്തിനെ കുറിച്ചിട്ട് ഞാൻ അറിയാനായിട്ട് സാധിച്ചത് എൻ്റെ മമ്മിയുടെ സിസ്റ്റർ ത്രൂ ആണ്. സോഫി എന്നാണ് പേര്. അതിനുശേഷം ഞാൻ ഒരുപാട് ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുമായിരുന്നു. കേട്ടതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് പേടിയായിരുന്നു. അതിന് ഒരുപാട് നിബന്ധനകളും പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് എന്നും കുർബാന കാണണം, എന്നും കുടുംബ പ്രാർത്ഥന മുടങ്ങാൻ പാടില്ല, രാവിലെ 5:30 എണീക്കണം. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഒരാൾ മോള് എൻ്റെ അടുത്ത് നിൽക്കുന്നത്, പിന്നെ 2 ട്വിൻസാണ് എനിക്കുള്ളത്. അപ്പം അതൊക്കെ പേടിച്ചിട്ട് ഞാൻ എടുക്കാണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മദർ ഇൻ ലോയ്ക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഇമ്മ്യൂണോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പം മമ്മിക്ക് കൊറോണ വന്നു. ആ കൊറോണ വന്നതിന് ശേഷം മമ്മി സീരിയസ് ആയിട്ട്, പപ്പയും മമ്മിയും സീരിയസ് ആയിട്ട് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. എന്നിട്ട് അവർ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് ശേഷം മമ്മി ക്യാൻസർ വന്നപ്പോഴും മമ്മി നന്നായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ കൊറോണ വന്നതിന് ശേഷം മമ്മിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നടക്കാൻ ബുദ്ധിമുട്ട്, നടക്കണമെങ്കിൽ ഒരാൾ പിടിക്കണം, സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, ബെഡിൽ അറിയാതെ യൂറിൻ പാസ്സാവും. പിന്നെ മമ്മിക്ക് എല്ലാ കാര്യങ്ങളും മറന്നു. എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ മമ്മിക്ക് അറിയില്ല. 3 മക്കളാണ് ഉള്ളത്, എൻ്റെ ഹസ്ബൻഡ് പിന്നെ 2 സിസ്റ്റേഴ്സ്. പക്ഷേ ആ മക്കളുടെ പേരുകളും അതൊക്കെ വേഗമായിട്ട് ഓർമ്മയുള്ളൂ. പിന്നെ എപ്പോഴും ശ്വാസം മുട്ട് വരും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോഴാണ് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടിനെ കുറിച്ച് ചിന്തിച്ചത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗം മമ്മീനെയാണ് സമർപ്പിച്ചത്. മമ്മിയുടെ ശ്വാസം മുട്ട് പൂർണ്ണമായിട്ടും സൗഖ്യമാവണം. മമ്മി ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ചയിൽ ഒരിക്കലും മമ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, അതില്ലാണ്ടാവണം. മമ്മിക്ക് പരസഹായം കൂടാണ്ട് നടക്കാൻ പറ്റണം. അതൊക്കെ സമർപ്പിച്ച് ഞാൻ 1ാമത്തെ നിയോഗം വെച്ചു. 2ാമത്തെ നിയോഗം എനിക്ക് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം. അതായത് എനിക്കിപ്പം കഠിനമായിട്ട് വയറുവേദന വരും. ഭക്ഷണം ശരിക്കും കഴിച്ചില്ലെങ്കിൽ പിന്നെ വോമിറ്റിംഗ് ആയിരിക്കും. പിന്നെ രാത്രി ഞാൻ എമർജൻസി, അവിടെ റിയാദിൽ ഞങ്ങൾക്ക് നാഷണൽ കെയർ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അതിനുശേഷം അവർ ഇഞ്ചെക്ഷനും പിന്നെ ആ ഫുൾ രാത്രി ഒരു 2-3 hours അവിടെ കിടന്നതിന് ശേഷം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് കുഴപ്പമില്ല പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിടും. അതിനുശേഷം എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ്.
പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഹസ്ബൻഡ് എൻജിനീയറാണ്, പ്രോജക്റ്റ് ബേസ്ഡ് ജോലിയാണ്. അപ്പോൾ എപ്പോഴും പ്രോജക്റ്റ് തീരാറാകുമ്പോൾ ആൾക്ക് ജോലിയിൽ നിന്ന് മാറേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവർ പറഞ്ഞു വിടും, അല്ലെങ്കിൽ നമ്മൾ വേറെ ജോലി നോക്കും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു, ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പം എന്തായാലും പ്രോജക്റ്റ് കഴിയാറായി, ജോലി ഇപ്പോൾ പോവും. അപ്പം അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നാലാമത്തെ എൻ്റെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ ബ്രദറിൻ്റെ ഒരു കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്നു. 3rd മന്തിൽ സ്കാൻ ചെയ്തപ്പം ഡൗൺ സിൻഡ്രോമിന് ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ നിയോഗം മോന് ഒരു കുഴപ്പവും, മോനോ മോളോ എന്ന് അറിയില്ലായിരുന്നു, ആ കുഞ്ഞിന് ഒരു കുഴപ്പവും വരാണ്ട് ഡെലിവറി കഴിഞ്ഞ് നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞിട്ട് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ 5ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്, ഞങ്ങൾ കാനഡ PR-ന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1.5 years ആയി. അപ്പോൾ ഹസ്ബൻഡ് പറയും, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് വിശ്വാസമുള്ള ആളാണ്, ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പക്ഷേ ഉടമ്പടിയിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈശോ പറയുന്നത് ചെയ്യുവിൻ. മാതാവ് കാനായിലെ വിവാഹവിരുന്നിൽ വെച്ച് പറഞ്ഞില്ലേ, അവൻ പറയുന്നത് ചെയ്യുവിൻ. അവൻ പറയുന്നത് ചെയ്യാനായിട്ട് ഈശോ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞത് ചെയ്യാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുക, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, പൂർണ്ണ മനസ്സോടുകൂടി മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഈശോയുടെ സന്നിധിയിലേക്ക് എത്തുക. മാതാവിൻ്റെ മാധ്യസ്ഥം ത്രൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കുമെന്ന് എനിക്ക് ഉടമ്പടിയിലൂടെ മനസ്സിലായത്. ഈ ഉടമ്പടി കാരണം എന്നെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഭയവും പേടിയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈശോ പറഞ്ഞിട്ടുള്ളത്, നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഞാൻ റിയാദിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് കാരുണ്യപ്രവർത്തികളൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്യണത് എൻ്റെ പ്രാർത്ഥനയിലൂടെയാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അത് കേൾക്കും. അതാണ് എൻ്റെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കരുതാറുള്ളത്. അങ്ങനെ ഈ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള ആദ്യത്തെ എൻ്റെ മദറിനോടെ കാര്യവും, മമ്മിക്ക് സ്വയം ഒട്ടും സഹായമില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത മമ്മി ഇപ്പം എല്ലാം ചെയ്യും. സ്വന്തമായിട്ട് നടക്കും, സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോവും. മമ്മിക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട്. ഞങ്ങളിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. പണ്ടത്തെ കാര്യങ്ങൾ മമ്മി ഓർത്തു പറയുന്നു. മമ്മി പണ്ടത്തെ പോലെ തടി വെച്ച് ഭയങ്കര മെലിഞ്ഞൊരു ശരീരമായിട്ടുള്ള മമ്മിയാണ്. പക്ഷെ മമ്മിക്ക് ഇപ്പോൾ എല്ലാം ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചതും അച്ഛൻ എപ്പോഴും പറയും, not by merit but only by grace എന്ന്. അതുപോലെ ഒരു അനുഭവമാണ്. എൻ്റെ യോഗ്യതയാലോ എൻ്റെ പ്രാർത്ഥനയാലോ അല്ല, ഈശോയുടെ മാതാവിൻ്റെയും കാരുണ്യം കൊണ്ട് മാത്രം നടന്ന കാര്യമാണത്. രണ്ടാമത്തെ എൻ്റെ നിയോഗമായാലും എൻ്റെ വയറിൽ ഇപ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥതയും വരാറില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ വൈകിയാലോ ഉപവാസം എടുത്താലോ എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഞാൻ എപ്പോഴും നടക്കുക. എനിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മാതാവ് ഈശോയോട് പറഞ്ഞ് അതും എനിക്ക് സൗഖ്യം നൽകി. മൂന്നാമത്തെ എൻ്റെ നിയോഗം ആയിരുന്നു എനിക്ക് ഹസ്ബൻഡ് ജോലി. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പോഴും ആ ജോലിയാണ്. 2021 വെച്ച ഉടമ്പടി നിയോഗമാണ്. ഇപ്പോഴും ആ ജോലിയിൽ തന്നെയാണ് ഹസ്ബൻഡ് തുടർന്ന് പോകുന്നത്. നാലാമത്തെ എൻ്റെ നിയോഗത്തിൽ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലഭിക്കണം എന്നായിരുന്നു. അപ്പം ഞാനെപ്പോഴും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയുമ്പം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും. എനിക്കൊരു നോട്ട്ബുക്ക് ഉണ്ട്, അതിൽ ഞാൻ എല്ലാം എഴുതി വയ്ക്കും. ഞാൻ പ്രാർത്ഥിക്കണ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വാസത്തിൽ എഴുതി വയ്ക്കും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും. പിന്നെ ഒരു കടുകുമണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് ചെന്ന് കടലിൽ നിബന്ധിക്കാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ആ വിശ്വാസത്തിൽ ഞാൻ എല്ലാതും നോട്ട്ബുക്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഡേറ്റ് ഇട്ട് ഞാൻ എഴുതി വയ്ക്കും. ആ ഡേറ്റിൻ്റെ ഒന്നുമില്ലെങ്കിൽ ആ ദിവസം അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ദിവസങ്ങളാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കാറ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിട്ടുള്ള 5 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി ഓൺലൈനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ എടുത്തിരുന്നു. അപ്പം ഞാൻ വെച്ചിരുന്നത് ഞങ്ങളുടെ കാനഡ ഇൻവിറ്റേഷൻ കിട്ടിയാലും PR ലഭിക്കുന്നുണ്ടായിരുന്നില്ല. 2021 ലഭിച്ച ഇൻവിറ്റേഷന് PR പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്താലാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റുക. പക്ഷേ അതിന് ഇതുവരെ ഒരു എനക്കും ഉണ്ടായിരുന്നില്ല. അവർ കുറേ പേപ്പേഴ്സ് ചോദിക്കും, നമ്മൾ അയക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു എനക്കും ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ വീണ്ടും ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് പൂർണ്ണമായിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഞാൻ അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ, ഞാനൊരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ ആ സാക്ഷ്യം കേട്ടതായിരുന്നു യൂട്യൂബിൽ. അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ചേച്ചി, ബേബി എന്നാണ് ആ ചേച്ചിയുടെ പേരെന്ന് എനിക്ക് തോന്നണം, ആ ചേച്ചി ഇങ്ങനെ ആ ചേച്ചിയുടെ വീട്ടിലെ കിണറ്റിലെ
വെള്ളം ബാക്ടീരിയ മൂലം കുടിക്കാൻ പറ്റാത്ത വെള്ളമായിരുന്നു. അപ്പോൾ ആ ചേച്ചി കിണറ്റിലെ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട്. എന്നിട്ട് അച്ഛൻ ആരാധന സമയത്ത് ആ ചേച്ചി കയ്യിൽ അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ള സാക്ഷി ഞാൻ കേട്ടു. അപ്പോൾ അച്ഛൻ അത് പറയും ചെയ്യും, എടുത്ത് ധ്യാനത്തിൽ, ഉടമ്പടി ധ്യാനത്തിൽ അത് പറയും ചെയ്യും. അപ്പം ഞാൻ എൻ്റെ റൂമിലിരിക്കുന്ന പാസ്പോർട്ട് 5 എണ്ണം, ഞങ്ങൾ 5 പേരാണ്, ആ പാസ്പോർട്ട് 5ഉം എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചു. ഞാൻ ടി വിയിൽ ഈ പ്രാർത്ഥന ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഉടമ്പടി ധ്യാനം. അപ്പം ഞാൻ പാസ്പോർട്ട് ഇവിടെ വെച്ചു. എന്നിട്ട് ഞാൻ തിരി കത്തിച്ച് വെച്ചു. ഞാൻ മാതാവിനോട് വാശി പിടിച്ചു, മാതാവേ ഇത് അടിക്കാണ്ട്, PR അടിക്കാണ്ട് ഞാൻ ഇനി ഇവിടുന്ന് പോവില്ല, നാട്ടിലോട്ട് ലീവിനും എനിക്ക് പോകാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എൻ്റെ ഇതിലൊക്കെ ഞാൻ ഷെയർ ചെയ്യും കൃപാസൻ്റെ ധ്യാനം, പിന്നെ ഓരോ വചനങ്ങളും ഈശോയുടെ കുറിച്ചിട്ടുള്ള ഓരോ ഇതുകളും ഞാൻ ഷെയർ ചെയ്യും. അപ്പം ഞാൻ പറയും, ഇനിയിപ്പോൾ നാണക്കേടാവില്ല ഈശോയെ, എനിക്കിത് അടിക്കാണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഞാനിങ്ങനെ നിൻ്റെ കാര്യമൊക്കെ ചെയ്തിട്ട് എനിക്കിപ്പോൾ എല്ലാവരും ചോദിക്കില്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിൻ്റെ കാര്യമൊന്നും നടക്കണില്ലല്ലോ, നിൻ്റെ PR എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടാണ്. അപ്പം ഞാൻ ഈശോയോടും മാതാവിനോടും പറഞ്ഞു, ഞാൻ വാശി പിടിച്ചു, എനിക്കിത് ഇപ്പം തന്നെ അടിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വിഷമിപ്പിച്ച ഒരുപാട് പേരുണ്ടാവും, എന്നെ വിഷമിപ്പിച്ച ഒരുപാട് പേരുണ്ടാവും. എനിക്ക് ക്ഷമിക്കാനായിട്ട് ആ ധ്യാനത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ശക്തി കിട്ടി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു. പിറ്റത്തെ ദിവസം ഞങ്ങളുടെ കനേഡിയൻ PR ഇമെയിൽ വന്നു, നിങ്ങൾക്ക് PR വന്നിട്ടുണ്ടെന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്. പിന്നെ അതിനുശേഷം 1 വീക്കിനുള്ളിൽ തന്നെ പാസ്പോർട്ടിൽ PR അടിച്ച് കിട്ടി. ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് ഉടമ്പടി സാക്ഷ്യം. പിന്നെ എൻ്റെ മോൾക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ ഞാൻ ഉപ്പ് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു 2021 വന്നപ്പോൾ. അപ്പം ആ തലവേദനയുള്ള സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവൾക്ക് പിന്നെ ആ തലവേദന വന്നിട്ടേ ഇല്ല. അവളിങ്ങനെ വീഡിയോ കണ്ടിട്ടാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നടക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ക്ഷമിക്കുക, വിശ്വസിക്കുക. ഈശോ കുരിശിൽ കിടന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണേന്ന് ദൈവത്തിൻ്റെ മകൻ അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ എനിക്കൊക്കെ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? ഞാനൊക്കെ ഒരു വെറും ഒരു എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാന്ന് എപ്പോഴും എനിക്ക് ചിന്ത വരാനും, പിന്നെ ഈശോ പറയണത് ചെയ്യാനും, നോട്ട് ബൈ മെറിറ്റ് ഓൺലി ബൈ ഗ്രേസ്. പിന്നെ ഉടമ്പടിയിലൂടെയാണ് എന്നെ തന്നെ വിശുദ്ധീകരിക്കാനും. ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ പപ്പയും മമ്മിയും എന്നെ ശീലിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, ദാനധർമ്മത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് അവർ ചെയ്തും എനിക്ക് നന്നായിട്ട് അറിയാം, പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസും. പക്ഷേ എനിക്ക് ചിലപ്പോഴൊക്കെ ഡൗട്ട് തോന്നാറുണ്ട്. ഈ ദാനധർമ്മം ചെയ്യണതൊക്കെ ചിലർ ഇപ്പോൾ ചോദിക്കേണ്ട അടുത്ത് ഇത്രയ്ക്കധികം ദാനധർമ്മം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയ്ക്കധികം സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഉടമ്പടിയിൽ അച്ഛൻ പറയുമ്പോൾ നമ്മൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോ മാതാവ് ഈശോയോട് പറഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന പൂർണ്ണ വിശ്വാസം എനിക്ക് ഉടമ്പടി ത്രൂ സ്വയം വിശുദ്ധീകരിക്കാനും പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് ആഴപ്പെടാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സാധിച്ചു. ഈശോയും മാതാവും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. നമ്മൾ കേട്ട സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നത് ഈ സഹോദരി വന്നപ്പോൾ ഇവിടെ കൂടെ കൊണ്ടുവന്ന 2 ഡയറികളുണ്ട്. ഇത് ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഈ പ്രാർത്ഥന അനുഭവങ്ങൾ മാത്രമാണ്. ഇതിൽ സ്പർശിച്ച വചനവും പിന്നെ പ്രാർത്ഥനയിൽ കിട്ടുന്ന കാര്യങ്ങളുമെല്ലാം ഡേറ്റ് ഇട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, അതിനുശേഷം അതിന് നടന്നതിന് ശേഷവും അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ കിട്ടിയ ബോധ്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ബോധ്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് വചനങ്ങളുമെല്ലാം ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനൊരു സ്പിരിച്വൽ ജേണൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരാൾക്ക് തോന്നുക, നമ്മൾ ഈ ഉടമ്പടിയിലൊന്നും ഞങ്ങൾ ഈ ഒരു സ്പിരിച്വൽ ജേണലിൻ്റെ കാര്യമൊന്നും സൂചിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഗൗരവമായിട്ട് ജീവിതത്തിൽ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കും എന്നുള്ള വലിയൊരു ഉറപ്പിന് കാരണമാണ് ഇങ്ങനൊരു കാര്യം. കാരണം നമ്മൾ ജീവിതത്തിൽ എഴുതി മറന്നു പോകുന്ന പ്രാർത്ഥനകൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഇതുപോലെ ഡേറ്റൊക്കെ ഇട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ദൈവാനുഭവത്തിൻ്റെ വലിയൊരു അടയാളമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായ ഒരു സാക്ഷ്യത്തിൻ്റെ 2 ബുക്കുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിലുടനീളം ഈ സാക്ഷ്യം കണ്ടിരുന്നു. ഉടമ്പടി ആരാധനയിൽ നിന്നാണ് ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന നടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതിൽ നിന്നാണ് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഐഡിയ കിട്ടിയത്. അപ്പോൾ ഈ ഉടമ്പടി ആരാധനയുടെ പ്രാധാന്യത്തിനെക്കുറിച്ചും അച്ഛൻ എപ്പോഴും ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഉടമ്പടി എടുത്തവർക്കെന്നല്ല, ഒരുപാട് ആഗ്രഹത്തോടെ ഒരു 3 ലക്ഷം പേരെങ്കിലും മിനിമം പ്രാർത്ഥനയോടെ കാണുകയാണ്. അപ്പോൾ നിങ്ങളും ഉടമ്പടിയിലെടുക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു ധ്യാനം സ്കിപ്പ് ചെയ്യാനായിട്ട് ഇടവരുത്.
അപ്പോൾ നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അതിലെങ്ങനെയാണ് ഓരോ വിശ്വാസികളും അവരുടെ വിശ്വാസത്തെ എങ്ങനെയാണ് മാതാവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നും കൂടെ ശ്രദ്ധിക്കണം. അവസാനം ഈ മകൾ പറയുന്നുണ്ട്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും തടസ്സം നിൽക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ നന്മകൾ ചെയ്യുവാനും നമ്മുടെ സമയവും നമ്മുടെ കഴിവ് നമ്മുടെ സമ്പത്ത് ഇതെല്ലാം മാറ്റിവെക്കുമ്പോൾ ദൈവം ഉറപ്പായിട്ടും ഇറങ്ങി വരും. കാരണം കർത്താവ് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് ആ മകൾ തന്നെ പറഞ്ഞു, ഈ ചെറിയൊരു സഹോദരന് നിങ്ങളിത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതും കർത്താവ് തന്നെയാണ്. അപ്പം കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് തൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ച് ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രവൃത്തികളും വിശ്വസ്തനായ ദൈവം കാണുകയും അവൻ നമ്മുടെ കൂടെ വരികയും ചെയ്യും. അങ്ങനെ നല്ലൊരു സാക്ഷ്യം ഒപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് ഒരു കാര്യവും കൂടി ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ ജേണലായിട്ട്, ഒരു പ്രാർത്ഥനാ പുസ്തകമായിട്ട് എഴുതി പോകുന്നതും ജീവിതത്തിൽ ഒരുപാട് സഹായിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ സാക്ഷ്യം നമുക്ക് മുൻപിൽ പറഞ്ഞപ്പോൾ ഇനി മുൻപോട്ടുള്ള യാത്രയിലും ജീവിതത്തിലും എപ്പോഴും ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഒരുപാട് പേർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ ഈ മകളുടെയും കുടുംബത്തിൻ്റെയും ജീവിതം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹത്തെയും ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം.